പറയുന്ന നായിന്റെ മക്കളെ വീടിനോടി കുറേ അഞ്ചിലാറിലൊക്കെ പഠിക്കുമ്പോ എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ ടീമൊക്കെ ഇവിടെ ക്ലബിന്റെ സൈഡിൽ ഇരിക്കലുണ്ടായി. അച്ഛന്റെ മുമ്പിൽ നിന്ന് അച്ഛനെ മോട്ടറാക്കാൻ വേണ്ടിട്ട് അവർ പറയും, എന്നോട് പറയും, എടാ എന്തോ മുടിയിൽ മുറിക്കണ്ടേ, ഇങ്ങനെ സ്കൂളിൽ പോക്ക് അവരോട് ചോദിക്കണമെന്നുണ്ട്, എന്റെ നിങ്ങൾ ബാർബറാണോ? ഇവരെ വീട്ടിലുണ്ട് ദേ മക്കളും, അവരോടൊന്നും പറയില്ല. അപ്പൊ കണ്ണൂരിൽ നൊടിച്ചലിനൊക്കെ പറയും. ഇങ്ങനെ നൊടിയുന്ന കുറെ ടീമുണ്ട്. ഈ പറയുന്ന ഓരോ പകൽമാനന്മാരും പൊന്നു മക്കളെ അത് കേട്ടെടുത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാലഘട്ടത്തിൽ വരെ നിന്റെ പാരന്റ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യാം. നിനക്കൊരു മെച്യൂരിറ്റി ആകുമ്പോൾ നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നീ ചെയ്യാം. പണ്ടൊരു വ്യാഴാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു കുടുംബശ്രീയുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിന്റെ മുറ്റത്തോട്ട് ഒരാൾ നടന്നുകൂല, കുയിപ്പടിക്കും. ഇന്ന് കുടുംബശ്രീ അല്ല, ഇന്നൊരു പീടിയ കോനാക്കി പുരുഷന്മാരല്ലേ വയസ്സിലെ ടീം രാവിലെ തന്നെ ഒരു ചായയും കൂടി ഒടിച്ചലും ഇടും. ആക്കൊരു സ്ത്രീക്ക് നടന്നു നോക്കലിടോ. ഈ കളാന്മാരും വായി നോക്കും, നന്നായിട്ട് വായി നോക്കും. ഈ ചായയും കുടിച്ചോണ്ട് സ്റ്റൈലോട്ട് ഒരു സ്ത്രീ നടന്നു പോയാല് ചിരിച്ചാ മോളെ ഇന്ന് പണിയില്ലെന്ന് പറഞ്ഞിട്ട് അവള് നടന്ന് തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു 2 മീറ്റർ അപ്പുറത്ത് നമുക്ക് ഇത് പോക്കേസം ഇങ്ങനെ പറയും. ഈ പറയുന്ന നായിന്റെ മക്കളെ വീട്ടിലും ഇങ്ങനെ മക്കളും സ്ത്രീകളൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കാൻ ബുദ്ധി അവർക്ക് ഇല്ലായിട്ടല്ല, ഒരു സുഖം, ഒരു ലഹരി.